തലസ്ഥാനത്ത് വീണ്ടും വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. കാട്ടാക്കട നാടുകാണി വിഗ്യാൻ കോളേജിലാണ് സംഭവം. 2ാം വർഷ BBA വിദ്യാർത്ഥി ക്രിസ്റ്റോ ദേവിനാണ് മർദ്ദനമേറ്റത്. മുഖത്തിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി ചികിത്സയിലാണ്. തലസ്ഥാനത്ത് തുടർച്ചയായി വീണ്ടും വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. കാട്ടാക്കടയിലെ വിഗ്യാൻ കോളേജിലാണ് സഹപാഠിയായ വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ചത്. വിഗ്യാൻ കോളേജിലെ 2ാം വർഷ BBA വിദ്യാർത്ഥി ക്രിസ്റ്റോ ദേവിനാണ് മർദ്ദനമേറ്റത്. BCom 2ാം വർഷ വിദ്യാർത്ഥികളായ 3 പേർ ചേർന്നാണ് ക്രിസ്റ്റോ ദേവിനെ മർദ്ദിച്ചത്. അപ്പോൾ അവൻ പറഞ്ഞു എന്തിനാ ചെറിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്നും ചെറിഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവ ഒരു ചീത്ത വിളിച്ചു. അപ്പോൾ ഞാനും ഒരുമാതിരി പറഞ്ഞു. എന്നിട്ട് ഞാൻ ക്ലാസ്സിലോട്ട് പോവുകയായിരുന്നു. ക്ലാസ്സിൽ നിന്നപ്പോൾ ഇവർ 3 പേരായിട്ട് അർജുൻ്റെ കൂട്ടുകാരന്മാർ 2 പേരും കൂടെയായിട്ട് എന്നെ മർദ്ദിക്കുകയായിരുന്നു. ആദ്യം റോഹൻ എന്ന് പറയുന്ന ഒരു പയ്യൻ തള്ളി, പിന്നെ അർജുൻ, അനന്തൻ, റോഹൻ 3 പേരുമായിട്ട് മാറി മാറി തലയിൽ മുഖത്തുമായിട്ടൊക്കെ മർദ്ദിക്കുകയായിരുന്നു. സുഹൃത്തുക്കളായിരുന്നവർ കൂട്ടുകൂടാൻ കൊള്ളില്ല എന്ന ക്രിസ്റ്റോ ദേവിന് മനസ്സിലായതോടുകൂടി അവരുമായി അകന്ന് മറ്റു സുഹൃത്തുക്കളുമായി നടന്നതാണ് മർദ്ദന കാരണം. ഞാൻ എങ്ങനെയെങ്കിലും വെളിയിൽ കളയാനാണ് ഞാൻ മാനേജ്മെന്റ് കൂടെ നോക്കുന്നത്. ഞാൻ അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഞാൻ നീങ്ങാൻ ഇല്ല. നിങ്ങളത് ചെയ്യേണ്ടത് സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്യുക. അപ്പോൾ നമ്മൾ നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കാൻ സ്റ്റേഷനിലല്ല ഇൻഫോം ചെയ്യേണ്ടത്. അല്ല, ഞങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ല. പരാതി തന്നപ്പോൾ എനിക്ക് കോളേജ് തലത്തിൽ എൻക്വയറി നടത്തണം സാറേ. ഇല്ല, അതായിക്കോട്ടെ. എന്നിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ സാറ് ദയവ് ഇത് പത്രത്തിലോ ഒന്നും കൊടുത്തേക്കല്ലേ. എനിക്ക് മോൻ പഠിക്കുന്ന കോളേജല്ലേ. ഏതായാലും പഠിക്കുന്ന കോളേജ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അത് ചെയ്യുക. സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാമല്ലോ. ഞങ്ങൾ പരാതി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാം. മുറിവുണ്ടല്ലോ, മാനേജർ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അതുവരെ സാറ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കല്ലേ. എനിക്ക് അതേ പറയാനുള്ളൂ. ഞങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുക്കും. ഇന്ന് രാവിലെ പരീക്ഷ കഴിഞ്ഞ് ഒറ്റയ്ക്ക് പോകുന്ന വഴി അർജുൻ, അനന്തൻ, റോഹൻ എന്നിവർ ചേർന്ന് ക്രിസ്റ്റോയെ കളിയാക്കുകയും ശേഷം ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ക്രിസ്റ്റോയുടെ കുടുംബം കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മുഖത്തിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ ക്രിസ്റ്റോ കാട്ടാക്കട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജനം, തിരുവനന്തപുരം.